എന്താ കുക്കി സാറ് പറഞ്ഞേ? ആള് നല്ല കലിപ്പിലാണല്ലോ. എന്നെ അയാൾ ആട്ടി വിട്ട്. ഇന്ന് പഠിപ്പിച്ച നോട്ടിലാണ് നാളെ ക്ലാസ്സിൽ കയറണ്ടെന്ന് പറഞ്ഞു. അതിന് നീ ഇന്ന് ക്ലാസ്സിൽ കയറില്ലല്ലോ, പിന്നെ എങ്ങനെയാ? ആ, എനിക്കറിയില്ല. എന്താ അന്നാമേ നിന്റെ കാലമാടം പറഞ്ഞിട്ട് പോയേ? അതിച്ചായ കാലമാടനോ? അതെന്താട്ടാ അങ്ങനൊരു സംസാരം? ഒന്നുമില്ലെങ്കിൽ അത് പഠിപ്പിക്കുന്നൊരു സാറല്ലേ? അതിന് കുട്ടിക്ക് എന്തിനാ ഇത്ര ദേഷ്യം? ഇവിടെ എല്ലാരും സാറുമാരെയും മിസ്സുമാരെയും അങ്ങനെയൊക്കെ തന്നെ വിളിക്കണേ. അതിനിപ്പോ എന്നാ? പഠിപ്പിക്കുന്ന സാറിനെ അങ്ങനെ വിളിക്കാൻ പാടില്ല, അത് തന്നെ. ഓ, നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? ആ കടുവയുടെ പേരിൽ നിങ്ങൾ അടിയുണ്ടാക്കാൻ എന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കോ? ഇല്ല നാളെ ക്ലാസ്സിൽ കയറാൻ പറ്റത്തില്ല. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ പണി വരുമെന്ന്. അനുഭവിച്ചോ? ഇനിയിപ്പോ ക്ലാസ്സിൽ കയറാണ്ട് വരുമ്പോ വീട്ടിട്ട് വിളിക്കും. അപ്പൊ പപ്പ അറിയും, മമ്മി അറിയും, പിന്നെ കുശാൽ. മമ്മി, ഞങ്ങൾ എത്തി. ആ, എത്തിയ രണ്ടും വാ. പപ്പ വന്നില്ലേ മമ്മി? എയർപോർട്ടിൽ എത്തിയപ്പോ വിളിച്ചതാ. എത്തേണ്ട ടൈം കഴിഞ്ഞു. ഇനിയുള്ള കമ്പനി കയറിയൊന്നും അറിയത്തില്ല. ആ, ഇപ്പൊ തന്നെ എത്തുമായിരിക്കും. ആ, പപ്പ വന്നു. ഓ, ഇപ്പൊ എന്താ വല്ലാത്തൊരു സ്നേഹം? അതോ, എന്റെ ബനാന മിൽക്കാ വന്നത്. ഞാൻ പോട്ടെ. ആ, ഇന്ന് നേരത്തെ എത്തിയോ പപ്പയുടെ കുറുമ്പി? ഞങ്ങള് നേരത്തെ എത്തിയതല്ല, പപ്പ ഇന്ന് വരാൻ വൈകിപ്പോയതാ. എവിടെ എന്റെ ബനാന മിൽക്ക്? ഓ, അവക്ക് എന്നെ വേണ്ട. ഇത്രയും നാള് കൂടി വന്നിട്ട് എന്നെ അവക്ക് കാണണ്ട. അവക്കടെ ബനാന മിൽക്ക് മതി. അത് പിന്നെ പപ്പ, ഞാനും ആ ബനാന മിൽക്ക് തമ്മിലുള്ള ബന്ധം അത്ര വലുതായിപ്പോയി. ഓ, തുടങ്ങി അവള്. ഒന്നെടുത്തോണ്ട് പോവോ നിന്റെ ബനാന മിൽക്ക്? നീ പോടാ. എന്ത് പപ്പ, മുഖത്ത് നല്ല സന്തോഷാണല്ലോ. വല്ല നിധിയും കിട്ടിയാ? ആ, കിട്ടിയൊരു നിധി പറയാ ഞാൻ. ആ മക്കളെ, നിങ്ങൾ വന്നായിരുന്നോ? അയ്യോ, ഞാൻ ഇപ്പൊ ചായ എടുക്കാവേ. മമ്മി ഇന്നിന് ഇത്ര തിടുക്കം കാണിക്കുന്നേ? അതിനിപ്പോ എന്താ, ഇത്തിരി വൈകുന്നതേ ഉള്ളൂ. ഞങ്ങക്ക് പതുക്കെ മതി ചായ. ഇന്നെന്താ മമ്മി, ഭയങ്കര സന്തോഷത്തിലാണല്ലോ. പിന്നെ അല്ലാതെ എനിക്ക് സന്തോഷമില്ലാണ്ടിരിക്കുവോ? ആ, ഇത് കറക്റ്റ് ടൈം പപ്പയും വന്നു. ഇനി ഞാൻ പറയാം എന്താ കാര്യം എന്ന്. ഞാനുണ്ടല്ലോ ഇന്നേ വെറുതെ ഇരിക്കുക സൂപ്പർ മാർക്കറ്റിൽ. ആ ടൈമിൽ ഫോണൊക്കെ നോക്കി ഞാനിങ്ങനെ ഇരുന്ന ടൈമിൽ ഒരാള് ജസ്റ്റ് പേ ചെയ്യാനായിട്ട് വന്ന്. അന്നേരം ഒത്തിരി സാധനങ്ങളൊന്നും മേടിച്ചില്ല. ജസ്റ്റ് ഒരു ബനാന മിൽക്ക്, ഇത്ര 1-2 ബോട്ടിൽ ബനാന മിൽക്ക്, അയാൾ അവരൊന്നും മേടിച്ചില്ല. ഞാനത് മേടിച്ച് അതിന് ബില്ലടിച്ച് നിന്ന് നോക്കിയപ്പം എൻ്റെ ഇച്ചായൻ. അയ്യോ, ഞാൻ പേടിച്ചു പോയി ശരിക്കും ഇച്ചായൻ എന്നെ കണ്ടപ്പോഴത്തേക്കും. പക്ഷെ ഇച്ചായൻ എന്നോട് ഒത്തിരി കാര്യമായിട്ടാണ് സംസാരിച്ചേ. എന്ത്? അതെ, നിങ്ങൾക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. ശരിക്കും ഞാൻ അവളെ ഇവിടെ വെച്ച് കാണുന്ന ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഞാൻ അവളെ കണ്ടതും എനിക്ക് എന്ത് സന്തോഷമായെന്നറിയാം. ഞാൻ ഇത്ര നാളായി അവൾ അന്വേഷിച്ച് നടക്കുന്നു. പക്ഷെ അവൾ ഇത്ര അടുത്ത് നമ്മുടെ അടുത്തുണ്ടായിട്ട് പോലും എനിക്ക് അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. പിന്നെ ഞാൻ ഒത്തിരി നേരം അവളോട് സംസാരിച്ചു. ജുവിൻമോളെ, നീ ഇവിടെ ഉണ്ടായിരുന്നോ ഈ കേരളത്തില്? അത് ചായ, ഞങ്ങള് കേരളത്തിലുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ കേരളത്തിൽ വന്നിട്ട് 4-5 മാസമായതേ ഉള്ളൂ. ഓ, അപ്പോ നീ ഫാമിലി ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നോ? ഹസ്ബൻഡും മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? ആ, ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇവിടെ തന്നെയാണ്. ഹസ്ബൻഡ് ഒരു ബിസിനസ്മാനാണ്. എനിക്ക് പിന്നെ 2 മക്കളുണ്ട്. പിന്നെ ഇച്ചായൻ ഇവിടെയാണോ താമസിക്കുന്നത്? ആ, അതെ. അമ്മച്ചിയുടെ മരണശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ആ സ്ഥലത്തേക്ക് കുറച്ച് നല്ലത് ടൗണിലേക്ക് കയറിയ ഒരു സ്ഥലമാണല്ലോ എന്ന് വെച്ച് നമ്മുടെ തറവാടൊക്കെ ഞങ്ങൾ വിറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. ഇപ്പോൾ കുറേ നാളായിട്ട് ഇവിടെയാണ്. ഓ, അമ്മച്ചി മരിച്ചപ്പോൾ പോലും എനിക്കൊന്നും വരാൻ പോലും കഴിഞ്ഞില്ല. ഞാൻ അറിഞ്ഞിരുന്നില്ല. അമ്മച്ചിക്ക് നിന്നെ കാണണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. മരിക്കാൻ കിടന്നപ്പോഴും നിന്നെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. നിന്നെ ഞാൻ ഒത്തിരി അന്വേഷിച്ചു. പക്ഷേ എവിടെയെന്ന് വിചാരിച്ച് അന്വേഷിക്കും, നീ എങ്ങോട്ട് പോയി ഒന്നും അറിയില്ലായിരുന്നു. അമ്മച്ചിക്ക് ഒരിക്കലും നിന്നോടൊരു ദേഷ്യം ഉണ്ടായിരുന്നില്ല. നീ അങ്ങനെ ഇറങ്ങിപ്പോയി എന്നറിഞ്ഞപ്പോൾ ഒരു വിഷമമല്ലാണ്ട് നീ കെട്ടിയതൊരു നസ്രാണീനെയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അമ്മച്ചിയുടെ ദേഷ്യമൊക്കെ പോയായിരുന്നു. പക്ഷേ നീ ഒരു വാക്കുപോലും നിനക്ക് അങ്ങനെ ആൾ ഇഷ്ടമാണെന്ന് പോലും ഞങ്ങളോട് അറിയിച്ചില്ലല്ലോ. അതുകൊണ്ടാണ് ഒരു പ്രശ്നം. അതെ ചായ, അന്ന് എനിക്കൊരു കല്യാണാലോചന കൊണ്ടുവന്നപ്പോൾ തന്നെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അന്നേരം അമ്മച്ചി പറഞ്ഞു ഒരു കാശുകാരനെ എന്നെ കെട്ടിക്കുള്ളൂ എന്ന്. അന്ന് ഈ ചായന് അത്ര കാശില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ ഈ കാര്യം പറഞ്ഞ് നിങ്ങൾ സമ്മതിക്കില്ല എന്ന്. അതുകൊണ്ടാണ് ഞാനന്ന് അങ്ങനെ. ആ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, അതൊക്കെ വിട്. നിനക്കിപ്പോൾ സുഖമല്ലേ? നിങ്ങളിപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്?
ഞങ്ങൾ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്ത് അപ്പുറത്തായിട്ടൊരു വീട് ഞങ്ങൾ റെൻറ്റിനെടുത്ത് അവിടെ താമസിക്കുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് ഒത്തിരി നാളായില്ലല്ലോ. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു സൂപ്പർ മാർക്കറ്റ് വേണമെന്നുള്ളത്. അത് കാരണം ഇച്ചായൻ ഇവിടെ വന്നപ്പോൾ തന്നെ എൻ്റെ നിർബന്ധപ്രകാരം എനിക്ക് ഇതുപോലെ ഒരു സൂപ്പർ മാർക്കറ്റ് ഓക്കെ ആക്കി തന്നു. അതുകൊണ്ട് ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നു. പിന്നെ ഒരു പുതിയ വീട് പണിയാണ് ഞങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ അതുവരെ ഒരു റെൻറ്റിനൊരു വീടെടുത്ത് താമസിക്കാൻ പറഞ്ഞാൽ ഇവിടെ അടുത്ത് തന്നെ ഒരു വീടെടുത്ത് താമസിക്കുക. ഓ, എന്നാലും എൻ്റെ കർത്താവേ, ഒരിക്കലും ഞാൻ നിന്നെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. എന്തായാലും ഇപ്പം കണ്ടുപിടിച്ചല്ലോ. എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമായി. ഇനി ഞങ്ങളുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, നിങ്ങളൊക്കെ അങ്ങോട്ട് വരണം. എന്തായാലും മോളെ, ഞാൻ നിന്നെ വിളിക്കാം. ആ ശരി ചായ, എനിക്കെൻ്റെ ഏട്ടത്തിനും പിള്ളേരെയൊക്കെ കാണണം. ഒരിക്കൽ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. അതെ, അന്നറ്റുപോയ നമ്മുടെ ബന്ധം ഇനി നമുക്ക് കൂട്ടി യോജിപ്പിക്കണം. ഓ, എന്നാ ചൂടാ. എന്നതാടി? ഞാൻ നെയിൽ പോളിഷറിനെ കണ്ടില്ലേ? ഇപ്പൊ ഫാൻ ഇട്ടതൊക്കെ കട്ടിയായി പോവും. ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യും. ഓ, ഇവള് നിനക്ക് നിന്റെ റൂമിൽ വല്ല ഇരുന്നാ പോരെ, എണീറ്റ് പോ. ഓഹോ, കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ലേ? ഞാനല്ലേ ഇവിടെ ആദ്യം വന്നത്. ഇച്ചാൻ എന്തിനാ ഇവിടെ വന്നത്? ഇച്ചാൻ വേറെ എവിടെയെങ്കിലും പോയിരുന്നൂടെ? ഞാനിപ്പോൾ എന്തായാലും ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. ഓ, ഇവള് ഒന്ന് വേഗം ആവട്ടെ. അയ്യോ, ഇവളെന്താ ഈ സമയത്ത് വിളിച്ച എൻ്റെ നെയിൽ പോളിഷ്? ആ, സ്പീക്കറിലിടാം. ഹലോ കുക്കി, പറയടി. എടി, ഇന്ന് അയാൾ എങ്ങനെയാണ് ക്ലാസ്സിൽ പഠിപ്പിച്ചേ? അയാളോ? അയാള് ആരുടെ കാര്യം നീ പറയുന്നേ? ഓ എടി, അങ്ങേരില്ലേ ആ കാലമാടൻ, എന്തോ റോഹനോ? ആ സാറ്. കർത്താവേ, പണിപാളി. അത് സാറ് എന്തോ പഠിപ്പിച്ചു. പക്ഷെ എനിക്കും വലിയ കാര്യത്തിലേ മനസ്സിലായില്ല. അതുകൊണ്ട് എനിക്കറിയത്തില്ല. അയ്യോ, നിനക്കും മനസ്സിലായില്ലേ? അപ്പൊ നീ നോട്ട് എഴുതിയില്ല? ഷോ, ഞാൻ നിന്റെ അടുത്ത് നോട്ട് എനിക്ക് ചോദിക്കാൻ വേണ്ടിയാ വിളിച്ചേ. അത് എനിക്കൊന്നും മനസ്സിലാവാഞ്ഞാൽ ഞാൻ നോട്ട് എഴുതിയില്ലേ. നീ ഒരു കാര്യം ചെയ്യ്, നീ ദിയനോടൊന്നും ചോദിച്ചൊക്കെ ചിലപ്പോൾ അവളെ കിട്ടിയിട്ടുണ്ടാവും. ഇല്ലടി, ഞാൻ അവളെ വിളിച്ചായിരുന്നു. അവളും പറഞ്ഞു അവളും ഒന്നും എഴുതിയില്ലാന്ന്. പിന്നെ ഇയാൾ എന്നാ തേങ്ങി പഠിപ്പിക്കണേ? ഒരാളുടെ കയ്യിൽ നോട്ടുമില്ല. ചുമ്മാ എൻ്റെ ക്ലാസ്സിൽ കയറാത്ത എന്നോട് നോട്ടില്ലാണ്ട് കയറണ്ടാന്നു. ഈ പോക്കാണ് പോണെങ്കിൽ ഞാൻ ഇയാളുടെ ക്ലാസ്സിൽ നിന്ന് കയറണ്ടേ വരില്ലാന്ന് തോന്നണു. ആ കുക്കി, ഞാൻ കുറച്ച് തിരക്കിലാണ്. നീ ഒരു കാര്യം ചെയ്യ്, വേറെ ആരോടെയൊക്കെ ചോദിച്ചു നോക്കേ. നമുക്ക് നാളെ കോളേജ് വെച്ച് കാണാം. ആ ശരിടി, ഞാനിനി ആരോടെയൊക്കെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ, കിട്ടുമോന്നറിയാം. ആടി ശരി, ബൈ. വാവ്, അടിപൊളി. അല്ലേ തന്നെ ഇച്ചാൻ അവളെ കാണുമ്പോഴേ ദേഷ്യമായിരുന്നു. ഇപ്പൊ പൂർത്തിയായി. കർത്താവേ, എൻ്റെ കുക്ക് കുറച്ചും കൂടെ ആയുസ് കൊടുക്കണേ. ഹലോ ഗായ്സ്, ഞാൻ വന്നു. ഓ, ഇന്ന് നീ നേരത്തെ വന്നു. ഞങ്ങൾ വിചാരിച്ചു ഇന്നും ബെല്ലടിച്ച് തോന്നുന്നു. അത് ഇച്ചാൻ എന്നെ ഇന്ന് പറ്റിച്ചെന്നേ. അവൻ പറഞ്ഞു അവൻ എന്തോ പരിപാടിയുണ്ട്, അരമണിക്കൂർ നേരത്തെ ഇന്ന് ഇറങ്ങണമെന്ന്. അതുകൊണ്ട് ഞാൻ ഇന്നൊരു വിധത്തിൽ റെഡിയായി ഫുഡ് പോലും മര്യാദയ്ക്ക് കഴിച്ചില്ല. ഓടി ഇറങ്ങി വന്ന് വണ്ടിയിലിരുന്നപ്പം പറയുക, എനിക്ക് നേരത്തെ ഒന്നും പോകണ്ട, അങ്ങനെയെങ്കിലും പറഞ്ഞാൽ നീ സമയത്ത് എത്തൂലോ എന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞതാണ്. ഇല്ലെങ്കിൽ ഇന്നും ബെല്ലടിച്ചാനെ. ഓ, എന്നാ ഇനി പറഞ്ഞു തന്ന സമയം കളയണ്ടപ്പാ. ബെല്ലടിക്കാറായില്ലേ, ക്ലാസ്സിൽ കയറാം. ഇങ്ങോട്ട്? ഞാനിങ്ങോല്ല ക്ലാസ്സിട്ട്. ഇന്ന് ഫസ്റ്റ് അവർ ആ കടുവേടല്ലേ. ഞാൻ ഓട്ടൊന്നും എഴുതിയില്ല. ഇനി ഞാൻ അവിടെ ചെന്നിട്ട് അയാളെ ഇറക്കി വന്നേക്കാൻ നല്ലത് ഞാൻ പോവാണ്ടിരിക്കണമെന്നല്ലേ. എന്തായാലും പുറത്തിറങ്ങണം. അപ്പൊ ഞാൻ വരുന്നില്ല. ഇനി സാർ അതൊക്കെ ഓർത്ത് വെച്ചോണ്ടിരിക്കാണോ? സാർ അതൊക്കെ മറന്നു കാണോ? നീ പാ ഇങ്ങോട്ട്. പിന്നെ ചിലപ്പം മറന്നിട്ടുണ്ടായാലേ. നീയായിട്ട് തന്നെ ഇന്നലെ വിളിച്ച് ഓർമ്മപ്പെടുത്തിയില്ലേ. പാവം എൻ്റെ കുക്കി, ഒന്നും അറിയുന്നില്ലല്ലോ. അയാളെങ്ങും മറന്നിട്ടുണ്ടാവില്ല. ഞാനില്ല എന്തായാലും ഇന്ന്. എന്തായാലും നിങ്ങളൊന്ന് പോയി നോക്ക്. പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നാളെ ഞാൻ ക്ലാസ്സിൽ കയറാം. ആ എന്നാ ശരി, ഞങ്ങളെന്നാ ക്ലാസ്സിട്ട് പോട്ടെ. ക്ലാസ് കഴിയുമ്പോൾ ക്യാൻറ്റീനിലേക്ക് വന്നാൽ മതിയേ, ഞാൻ അവിടെ ഉണ്ടാവും. ബൈ. ഹലോ കുട്ടി, ഒന്ന് നിന്നെ. എന്താ? താൻ ഫസ്റ്റ് ഇയർ ആണല്ലേ?
തന്റെ പേരെന്താ? എൻ്റെ പേര് ആൻഡ്രിയ എന്നാണ്. ഓ, ആൻഡ്രിയ. ആൻഡ്രിയ ഏത് ഡിപ്പാർട്ട്മെന്റാ? അത് ഞാൻ പറഞ്ഞു തന്നാ മതിയാവോ? ആ, അത് ചെറിഞ്ചേട്ടാ, ഞാൻ വെറുതെ കണ്ടപ്പോൾ ചോദിച്ചതേ ഉള്ളൂ. ഓ, കണ്ടപ്പോൾ ചോദിക്കാൻ നിനക്ക് എൻ്റെ പെങ്ങളെ മാത്രമേ കിട്ടിയുള്ളൂ? അയ്യോ, ഇത് ചേട്ടൻ്റെ പെങ്ങളായിരുന്നോ? സോറി. അതിന് നീ എന്തിനാടാ സോറി പറഞ്ഞേ? അല്ല, അത് പിന്നെ ചേട്ടാ ഞാൻ ഇവിടെ നിന്ന് ചുറ്റിക്കളിയാണ്ട് ക്ലാസ്സിൽ പോകാൻ നോക്കണവർക്കാ. ഓ, ചെറുച്ചായനൊരു സംഭവമാണല്ലോ. പിന്നല്ലാതെ ഇന്നെന്താടി ക്ലാസ്സിൽ കയറുന്നില്ലേ? ഓ ഇല്ല ചായ, ഞാൻ ആ നോട്ട് എഴുതിയില്ല. എനിക്കൊന്നും അറിയില്ല. ഞാൻ എന്താ എഴുതാനാ ക്ലാസ്സിൽ കയറാണ്ട്. ഞാൻ ഈ ക്ലാസ് ചെന്നാൽ ആ സാറിനെ ഇറക്കിവിടും. പിന്നെ ഞാൻ എന്തിനാവാണ്? ഞാൻ ക്ലാസ്സിൽ കയറണ്ടെന്ന് വെച്ചു. പിന്നെ അയാളിതൊക്കെ മറന്നിട്ടുണ്ടാവും. നീ ക്ലാസ്സിൽ കയറാൻ നോക്ക്. പിന്നെ അയാൾക്ക് ഭ്രാന്താണ്. അയാൾ എന്നെ ചവിട്ടി പുറത്താക്കും. അതെ കോക്കി, നിന്റെ ചേട്ടൻ എന്നെ വിളിച്ചായിരുന്നു. ഞാനൊന്ന് പോയിട്ട് വരാമേ. അയ്യോ ചെറുച്ചായ പോലെ, ഞാൻ തന്നെ ഉള്ളൂ. പോയി. ഇനിയും തന്നെ ഒരു മനുഷ്യന്റെ കൂടെ കമ്പനി തരാൻ. ഞാൻ തന്നാ മതിയാവോ കമ്പനി? അയ്യോ സാറ്. ഗുഡ് മോർണിംഗ് സാർ. എന്താ താങ്കൾ ക്ലാസ്സിൽ കയറാത്തെ? അല്ല അത് സാർ, ഞാൻ നോട്ട് എഴുതിയില്ല സാർ. എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ക്ലാസ്സിൻ്റെ നോട്ട് എഴുതാണ്ട് കയറണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കയറാതിരുന്നത്. ഈ പ്രാവശ്യത്തേക്ക് ഞാൻ ക്ഷമിച്ചു. താങ്കാ എങ്ങോട്ടാ സാർ? എൻ്റെ വീട്ടിലോട്ട്. വീട്ടിലോട്ടാ? എടോ, ഞാനിപ്പോ ക്ലാസ് ഇട്ട പോണേ തനിക്കറിയാൻ പാടില്ലേ? ആ അറിയാം സാർ. എന്നാ ആ വായ അടച്ചു വെച്ച് എന്റെ പുറകെ വരാൻ നോക്കൂ. ഓ എന്തൊരു സാധനം കട്ടുക. താനെന്തേലും പറഞ്ഞോ? ഇല്ല സാർ, വരാന്ന് പറഞ്ഞതാ. തനിക്ക് അധ്യാപകരെ തീരെ ബഹുമാനമില്ല അല്ലേ? അങ്ങനെയൊന്നുമില്ല സാർ. സാറിന് അങ്ങനെ തോന്നിയോ? തോന്നിയതല്ല, താൻ അവിടെ എനിക്ക് പ്രാന്താന്ന് പറഞ്ഞ് കേട്ടപ്പോ മനസ്സിലായതാ. അതൊക്കെ കേട്ടായിരുന്നല്ലേ? അത് ആ ഒരു ആവേശത്തിലങ്ങ് പറഞ്ഞു പോയതാ, വേറൊന്നുമില്ല. ഇനി ഞാൻ പറയില്ല. വേഗം നടക്ക്, എനിക്ക് ക്ലാസ് കയറാൻ ടൈം കഴിഞ്ഞു. ഓ എന്റെ കർത്താവേ, നീ കാത്ത്. ഞാൻ വിചാരിച്ച ഇയാളിപ്പ എന്നെ തീർത്തുന്നു. സാറെന്താ ഈ ആൻഡ്രിയയുടെ കൂടെ നടന്നു തന്നെ? അവരെന്താ സംസാരിക്കുന്നേ? അതിനൊന്നും അറിയാനാ. എന്നാലും ഇവരെന്താ ഇങ്ങനെ വന്നത്? ഇന്നലെ സാറ് ഇവിടെ ക്ലാസ്സിൽ നിന്ന് വഴക്ക് പറഞ്ഞ് ഇറക്കി വിട്ടതല്ലേ? ഇനി ഇവര് തമ്മിൽ വല്ലതും ഉണ്ടോ? പിന്നെ നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കോ? ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോ ഒരുമിച്ച് വന്നപ്പോലെ സംസാരിച്ചായിരിക്കും. എന്തായാലും എനിക്ക് അവളെ ഒന്ന് കാണണം. വേറെ ആരും കിട്ടിയില്ല അവൾക്ക് സംസാരിക്കാൻ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഞാൻ ഒരു 5 മിനിറ്റ് ലേറ്റ് ആയി. എല്ലാവരും വേഗം ബുക്ക് എടുക്കുക. എന്താണ്? അലീനയ്ക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. ഓ, അലീന മേഡത്തിന് സംസാരിക്കാനായിട്ട് മരിയ മേഡം അപ്പോയിൻമെന്റ് എടുക്കാൻ വന്നാണോ? നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. നിക്ക്, ഞാൻ സംസാരിച്ചോളാം. മോളെ ആൻഡ്രി, നിനക്ക് എന്താടി റോഹൻ സാറിന്റെ പുറകെ ഒരു കറക്കം? റോഹൻ സാറിന്റെ പറയോ? നീ എന്താടി പറയണേ? ഓ, നിനക്കെന്താ ഞങ്ങൾ കണ്ടിട്ട് പൊട്ടന്മാരാൻ തോന്നുന്നുണ്ടോ? ഞങ്ങളൊന്നും കാണില്ലാന്ന് വിചാരിക്കാണ്. രാവിലെ അവളുടെ ഒരു കൊഞ്ചലും വർത്താനോ. നിനക്ക് എന്താണ് പെണ്ണെ? പിന്നെ റോഹൻ സാറിന്റെ പറയേ? എനിക്ക് ഒരു പണിയില്ലാണ്ട് നടക്കല്ലേ അങ്ങേരുടെ പുറകെ എടുക്കാൻ. ഇപ്പൊ നടന്നാലും നടന്നില്ലേലും ഞാനൊരു കാര്യം പറയാം. റോഹൻ സാറേ, ഇന്ത്യ
ഞാൻ പണ്ടേ നോക്കി വെച്ചേക്കുന്നതാ. ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല. അതുകൊണ്ട് മോളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിപ്പോ തന്നെ മറന്നേക്കും. രോഹൻ സാറിന് എന്റെ ഞാനിപ്പോ എന്ത് ചെയ്യാനാണ്? പിന്നെ ഇവിടെ അതിലും വലിയ പണികൾ നടക്കുക. അന്നേരമാണ് അങ്ങേരുടെ പുറകിടക്കത്തിന്റെ കേട്. ഇപ്പൊ നീ നടക്കുന്നില്ലേലും ഇത് ഓർമ്മയിൽ വെക്കുന്നത് നല്ലതാ. അത്രേ എനിക്ക് പറയാനുള്ളൂ. സൂക്ഷിച്ചാ തുട്ടിക്കണ്ട. ഒന്ന് പോയി തരോ? അവളുടെ ഒരു രോഹൻ സാറും. പാടി പോവാം. മോളെ കുക്കി, എനിക്കടാ പള്ളിയിൽ പോവാം. ഒന്ന് പോവാം. ആ ഒരു സൺഡേയൊക്കെ ഇട്ടുള്ളൂ ഉറങ്ങാൻ. അതും കൂടി പറ്റില്ല. ഞാനെങ്ങുമില്ല. നിങ്ങൾ പോക്കോ. ഓ, അതിനെ ഇനി വിളിച്ചിട്ട് കാര്യമില്ല. മോനെ എബി, ആടാ പള്ളി പോവാ. എന്താ മമ്മി, കഴിഞ്ഞ ആഴ്ചയിലല്ലേ പള്ളി പോയേ? എല്ലാ ആഴ്ചയിലും പള്ളി പോകണോ? എനിക്കെങ്ങും പറ്റത്തില്ല. പറ്റത്തില്ല? വേണ്ട. ഇച്ചായോ ഇച്ചായോ. ഓ, ഇനി സങ്കടം വിളമ്പാനൊന്നും നിക്കണ്ട, ഞാൻ വരാം. വാ നമുക്ക് പോവാം. എല്ലാം കഴിഞ്ഞില്ലേ? വാ എന്നാ പോവാം. ഇച്ചായ ഇച്ചായ. ഓ ജൂൻമോളെ, നിങ്ങളുണ്ടായിരുന്നോ ഇവിടെ? ആഹാ, ഫാമിലി ആയിട്ടുണ്ടല്ലോ. ആ, ഞായറാഴ്ച കൊണ്ട് എല്ലാവരെയും കൂട്ടി ഇങ്ങ് പള്ളിയിലേക്ക് ഇറങ്ങിയതാ. ഇച്ചായ വാ പോകാം. ആ, നീ വന്നാ? ദേ, ഇതാണ് എൻ്റെ വൈഫ് ജീന. ഓ, അപ്പോ ഇതാണ് ഞാൻ കാണാൻ കാത്തിരുന്ന എൻ്റെ ഏട്ടത്തി അല്ലേ? ആ, ഇച്ചായൻ്റെ ജൂൻമോളെ ഫോട്ടോയിലേ കണ്ടുള്ളൂ. ആ, എന്തായാലും ഇപ്പൊ നേരിട്ട് കാണാൻ പറ്റിയല്ലോ. ആ, എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമായി. പിന്നെ ഇതാ എൻ്റെ ഹസ്ബൻഡ് ഡേവിസ്. പിന്നെ ഇതെൻ്റെ മോൻ റോഹൻ. ഇതെൻ്റെ മോള് റിയ. ആ, ഞങ്ങൾക്ക് ഇതുപോലത്തെ രണ്ടെണ്ണ. ഓ, എന്നിട്ട് എന്തേ രണ്ടാളും പള്ളിയിലേക്ക് വന്നില്ലേ? ആ, ബസ്റ്റ് രാവിലെ ഞാൻ ഒത്തിരി വിളിച്ചതാ. എവിടെന്ന് ഒരെണ്ണം എണീച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഒരെണ്ണത്തിന് വരാൻ മടി. പിന്നെ അതുങ്ങളെ നോക്കിയത് വരവ് നടക്കാത്ത ഞാൻ വെച്ചങ്ങ് പോന്നു. ഞായറാഴ്ചയായിട്ട് നിങ്ങൾക്ക് എന്താ പരിപാടി? ഓ, എന്ത് പരിപാടി ചായ? ഞായറാഴ്ചയാണെന്ന് പള്ളി പോവാന്ന് പറഞ്ഞ അറിയതാ, വേറൊന്നുമില്ല. ആഹാ, എന്നാ നിങ്ങളിന്ന് ഞങ്ങളുടെ വീട്ടിട്ടോ, നമുക്ക് എല്ലാവർക്കും ഒന്ന് അവിടെ കൂടാം. ആ, അത് ശരിയാ. ഇനി നിങ്ങളൊന്നും പറയണ്ട, ഇനി നമുക്ക് എല്ലാം കൂടി അവിടെ കൂടാം. ഹോ, മമ്മി പള്ളി പോയതാന്ന് ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നവരെ ഞാൻ വെച്ച് കുടിക്കാം. ഒരു പെങ്ങളുണ്ട്, ഒരു ഉപയോഗവും ഇല്ല. ഡാ പട്ടി, നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ ഓഞ്ഞ മോന്ത വൃത്തിയാക്കാനായിട്ട് എന്ത് ഫേസ് വാഷ് എടുത്തോണ്ട് പോകരുതെന്ന്. ഒരു ഫേസ് വാഷ് അല്ലേ, അതിപ്പോ ഇച്ചിരി എടുത്തു വെച്ചിപ്പ എന്നാ? ഇച്ചിരിയോ? ഞാൻ കഴിഞ്ഞ ആഴ്ച മേടിച്ചതാ. അതിന്റെ ആത്മാവ് വരാൻ നോക്കി, എന്നിട്ട് പറയാം ഇച്ചിരി എടുത്തോളൂന്ന്. എടി, എന്റെ പോലത്തെ ഹാൻഡ്സം ഫേസിൽ ഇടാനാണ് അതൊക്കെ വേണ്ടത്. നിന്റെ മൊന്തയിൽ ഇടാൻ പൗഡറൊക്കെ തന്നെ ധാരാളം. മമ്മയുടെ തോന്നിക്കണം, പോയെടുത്തോ. പൗഡറാ? അത് നീ ഇട്ടാ മതി. എന്നാ പിടിച്ചോ. എടി, നീ എന്റെ മേത്ത് പൊടി അറിയൂടി.